നെട്ടയിൽ പോയി പുഴമീൻ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകുമോ എന്നാൽ ഞാൻ പെട്ടുപോയി. എന്താന്ന് പറയാം. നെട്ടയിലെ പുഴമീൻ കഴിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് കിളി പോയിട്ടാണ് ഇവിടെ എത്തിയത്. നെട്ടയിൽ ഇതുപോലെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇവിടെ ആണ് ചൂസ് ചെയ്തത്. അതും ഈ സ്ഥലത്തിൻ്റെ ഒരു മനോഹാരിത ഒരു വീഡിയോയിൽ കണ്ടതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ചിട്ടയെന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ആദ്യം വന്ന ആളുകൾക്ക് സർവീസ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ മീൻ പൊരിച്ച് കൊടുത്തതിന് ശേഷമേ നമ്മൾ അവർ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നേ വന്ന ആളുകൾക്ക് മീൻ പൊരിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നതിന് ശേഷം ഒടുവിൽ ഞങ്ങളുടെ ഊഴം എത്തി. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അകത്ത് കോൾഡ് സ്റ്റോറേജിലാണ് അവർ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പോയി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ആ ഒരു വീഡിയോ മാത്രം ക്യാപ്ചർ ചെയ്തില്ല. അതിനുശേഷം അവർ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ കഷ്ണങ്ങളാക്കി, വേണമെങ്കിൽ കഷ്ണങ്ങളാക്കാൻ, അതേ ഫുള്ളായിട്ട് പൊരിക്കണമെങ്കിലും പൊരിക്കാം. ഞങ്ങളൊരു വലിയ മീൻ എടുത്തായിരുന്നു, അതിൻ്റെ പേരെന്തോ രാഹു എന്ന് കണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും വലിയ സൈസായിരുന്നു. അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി, കൂടാതെ ഒരു സിലോപ്പിയും കൂടെ എടുത്തായിരുന്നു. ഈ രണ്ട് മീനിനും കൂടെ ആകെ ആയത് കോസ്റ്റ് വൈസ് 1400 രൂപയാണ്. സോ ഈ വിലയെന്ന് പറയുന്നത് മീനിൻ്റെ അവൈലബിലിറ്റി പോലെ ആയിരിക്കും. എന്തായാലും നല്ല ഫ്രഷ് മീനാണ്. പിന്നെ വിലയും എനിക്ക് വളരെ റീസണബിളായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ സാധനം നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ പൊരിച്ച് റെഡിയാക്കിയതിന് ശേഷം ഇങ്ങനെ ഇലയൊക്കെ ഇട്ട് പാത്രങ്ങളിലാക്കി തരും. ഈ ബൊഫെ പോലെ നമ്മൾ തന്നെ ഇത് കൊണ്ടുപോയി ഒരു ചെയറൊക്കെ കണ്ടുപിടിച്ചിരുന്നതിന് ശേഷം അവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ബാക്കിയുള്ള ഊണ്, അതുപോലെ പഴങ്കഞ്ഞി, കപ്പ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഈ മീനിന് പുറമെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പുഴയോരത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് അഗസ്ത്യർ കൂടമാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രകൃതി ഒരുക്കി ഈ മനോഹര തീരത്ത്, പ്രകൃതിയാണോ അതേ മനുഷ്യനൊരുക്കിയല്ലേ, ഡാം കെട്ടിയതിൻ്റെ ഫലമായിട്ടല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതെ, എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയും കണ്ട് ഇങ്ങനെ കാറ്റുമൊക്കെ കൊണ്ട് ഈ തീരത്തിരുന്ന് കഴിക്കാം. അപ്പോൾ അത് തന്നെയാണ് നെട്ടയിലെ ഈ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ പണി ഒരു അവയർനെസ്സിനും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഞാനിതിനിടയിൽ പഴങ്കഞ്ഞി ഓർഡർ ചെയ്തായിരുന്നു. കുട്ടിക്കാലത്ത് പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഒരുപാട് ലോങ് ഗ്യാപ്പിൽ ഞാൻ പഴങ്കഞ്ഞി കഴിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളിലൊന്ന് മെഡിക്കേഷനാണ്. ഒരാഗ്രഹത്തിനാണ് പഴങ്കഞ്ഞി വാങ്ങിച്ചത്. എൻ്റെ ചേച്ചിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരത്തി അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. ഞാനും കുറച്ചേ കഴിച്ചുള്ളൂ, പക്ഷേ ആ സാധനം എനിക്ക് നല്ല 8ൻ്റെ പണി തന്നു. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പഴങ്കഞ്ഞിയുടെ പ്രശ്നമോ അല്ലെങ്കിൽ ഈ കടയുടെ പ്രശ്നമോ അവർ സെർവ് ചെയ്തതിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. എൻ്റെ വയറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. ഞാനത് അറിഞ്ഞും കണ്ട് കഴിച്ചില്ല, അത്രമാത്രം. കുറേ നാൾ കഴിക്കാതിരുന്ന ഒരു ആർത്തിയിൽ ഒത്തിരി വലിച്ചുവാരി തിന്നുകയും ചെയ്ത് അതിനോടൊപ്പം കപ്പയും കഴിച്ചു. അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മീനിൻ്റെ കാര്യം പറയേണ്ടതില്ല. ഈ മീനിനെ സംബന്ധിച്ചിടത്തോളം സിലോപ്പിയ ഓർഡർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു മീൻ, ഈ വലിയ മീനെന്ന് പറയുന്ന രാഹു, ആ സാധനത്തിൽ ശരിക്കും ഫ്ലഷ് ഉണ്ടെങ്കിലും കുറച്ച് മുള്ള് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് പിച്ച് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനിടയിൽ മുള്ളും കൂടെ ശ്രദ്ധിച്ചെടുത്ത് മാറ്റിയൊക്കെ കഴിക്കണം. ഒത്തിരി ചടങ്ങാണ് അത് കഴിക്കുന്നത്. ഇനി നല്ലപോലെ മുള്ളൊക്കെ ക്രഷ് ചെയ്ത് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ആംബിയൻസിലിരുന്നുള്ളൊരു ഫുഡ് കഴിപ്പെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്.